ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പോഴത്തേം പോലെ തന്നെ നമ്മളെടുത്ത ഒരു ട്രേഡ് ബ്രേക്ക് ഡൗൺ ആണ്. സോ ഇന്നും നമ്മൾ എൻട്രി എടുത്തിരുന്നത് ഗോൾഡിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ രാവിലെ തന്നെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ലെവൽസ് കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന ഡീലിംഗ് റേഞ്ചസും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് ഇവിടെ നോക്കിയാൽ കാണാം. ലുക്കിംഗ് ഫോർ ബൈ ഫ്രം ദിസ് സോൺ ഓൺലി ആഫ്റ്റർ കൺഫർമേഷൻ, അതായത് പ്രോപ്പർ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ബൈ എൻട്രീസ് ഫോക്കസ് ചെയ്യാനായിരുന്നു ഇന്ന് രാവിലെ അപ്ഡേറ്റ് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു ട്രേഡ്സ് എടുത്തത് എങ്ങനെയാണ്, അത് ട്രേഡ്സ് പ്ലേ ഔട്ട് ആയത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ലെറ്റ്സ് ഹെഡ് ഓവർ ടു ട്രേഡിംഗ് വ്യൂ. എന്താണ് സിറ്റുവേഷൻ നോക്കാം. ഓക്കെ, സോ അപ്പോൾ മെയിനായിട്ടും ഇന്ന് മോർണിംഗിൽ നമ്മൾ 4 അവർ ചാർട്ട് നോക്കും. അതായത് ഓഫ് കോഴ്സ് നമ്മളൊരു ഓവറോൾ ബയാസ് ചെക്ക് ചെയ്യണം മാർക്കറ്റിൻ്റെ. അപ്പോൾ ഓവറോൾ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ഡംപായിരുന്നു മോർണിംഗിൽ. ഓക്കെ, ജസ്റ്റ് റീപ്ലൈ ബാർ ഒന്ന് ഓണാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ഒരു 8:30 നമ്മൾ ആ ഒരു അപ്ഡേറ്റ് കൊടുത്തിരുന്നത് 10:30 സംതിങ്ങിനാണ്. ഓക്കെ, ഒരു 4 അവർ ഒരു ഈ റേഞ്ച് നോക്കാം. അതായത് 8:30 സംതിങ് ആണ് ഇപ്പോൾ ചാർട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ കാണാം രാവിലെ തന്നെ എന്താണ് മാർക്കറ്റ് നല്ലൊരു ബെയറിഷ് മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് പ്രീവിയസ് ഡേ ആണ് 8:30 കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല രീതിയിലൊരു ലിക്വിഡിറ്റി സ്വീപ്പ് മാർക്കറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രീവിയസ്ലി ഉള്ള ലെവൽസ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാബ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡേയിൽ ഓപ്പണിങ്ങും മാർക്കറ്റ് എന്തായിരുന്നു, കുറച്ച് ബെയറിഷ്നെസ് ആയിരുന്നു കാണിച്ചിരുന്നത്. അതായത് വീണ്ടും ഒരു സെല്ലിലേക്കാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇത് നോക്കിയാൽ കാണാം, ക്ലീൻ ആയിട്ട് മാർക്കറ്റ് വന്ന് മോർണിംഗിൽ ഡംപായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു ഡംപ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത ഒരു മേജർ ലെവൽസ് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചാർട്ടിലേക്ക് പ്രീവിയസ് ഡേറ്റ നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു 4 അവറിൽ ഒരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതായിരുന്നു ആ സോൺ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇപ്പോൾ ക്ലീൻ ആയിട്ട് ആ ഒരു FEG മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് മേളിൽ താഴേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് പിന്നെ അൺഫിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാലൻസ്ഡ് അല്ലാത്തൊരു റേഞ്ച് ഉണ്ടായിരുന്ന അതാണ്. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് പ്രോപ്പറായിട്ടൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം ക്ലീൻ ബൈയിങ് പ്രസൻസ് ക്യാൻഡിലിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മളെന്താണ് പ്രോപ്പറായിട്ട് ആ ഒരു റേഞ്ചിൽ നമ്മൾ ബൈ സെറ്റപ്പ് ആണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് തീരുമാനിച്ചത്. അപ്പോൾ അടുത്തത് 50 മിനിറ്റിലേക്ക് പോകാം, അതായത് ഓവർ ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഇവിടുത്തെ റിയാക്ഷൻസും കാര്യങ്ങളും എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കാം, ക്ലീൻ ഡംപ്, അത് കഴിഞ്ഞ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൺസോൾട്ടേഷൻ, അത് കഴിഞ്ഞ് വീണ്ടും പമ്പായി അല്ലേ. അപ്പോൾ ഈ ഏരിയയാണ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ സോണായിട്ട് കൺവേർട്ട് ചെയ്തത്, അതായത് എൻട്രി ഫോക്കസ് ചെയ്യാനുള്ള ഏരിയ. ഓക്കെ, ഞാൻ ഹയർ ടൈം ഫ്രെയിം സോണിനെ പറ്റിയല്ല പറയുന്നത്. ഇപ്പോൾ ചാർട്ടിൽ നമ്മൾ ടെലഗ്രാമിൽ ഞാൻ ആ സ്ക്രീൻഷോട്ട് കാണിച്ചത് ഹയർ ടൈം ഫ്രെയിം നറേറ്റീവ് ആയിരുന്നു കാണിച്ചത്. ഇത് എൻട്രി എടുത്ത സോണിനെ പറ്റിയാണ് പറയുന്നത്. 50 മിനിറ്റിൽ ആ ഒരു ബൈയിങ് പ്രഷറുള്ള ഏരിയയാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു സോണിൽ നിന്നാണ് എന്ത് ചെയ്തത്, നമ്മൾ മെജോറിറ്റി ഓഫ് ട്രേഡ്സ് അല്ലെങ്കിൽ പുൾ ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാൻ ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കാം, ലണ്ടൻ ഓപ്പൺ ടൈമിൽ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ആകും എന്നുള്ള റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പെട്ടെന്നൊരു വോളിയം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് സെഷൻ്റെ ഇൻഡിക്കേറ്റർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഏഷ്യ. ഓക്കെ, അപ്പോൾ ഏഷ്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലോ മേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പമ്പിൽ തന്നെയാണ് ഹൈയും മേക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം ഏഷ്യ ഹൈ. അത് കഴിഞ്ഞാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, വീണ്ടും ലണ്ടൻ ഓപ്പൺ ആയപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ലെവലിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് 50 മിനിറ്റിലൊരു ലിക്വിഡിറ്റി ബിൽഡപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണ്, പ്രീ ലണ്ടൻ ടൈമിൽ മാർക്കറ്റ് അഗ്രസീവായിട്ട് സ്വീപ്പ് ചെയ്തു. അപ്പോൾ ഇത് വീണ്ടും നമ്മുടെ സോണിന് എന്താണ്, ഒരു അഡീഷണൽ കൺഫർമേഷനാണ്. ഓക്കെ, അതായത് ആ ഒരു സോണിൽ നിന്ന് ബൈങ് പ്രഷർ മാർക്കറ്റ് കാണിക്കും എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലൂടാണ്. ഓക്കെ, അപ്പോൾ ഈ റേഞ്ചിൽ എന്താണ്, നമ്മൾ ക്ലീനായിട്ട് എൻട്രി പ്ലേസ് ചെയ്തു. വേറെ ഒരു കോംപ്ലക്സ് തിയറി കാര്യങ്ങളോ ഒന്നുമില്ല, പ്യുവർ സിമ്പിൾ സെറ്റപ്പാണ്. ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡീലിംഗ് റേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യുക, ക്യാൻഡിൽസ്റ്റിക് സൈക്കോളജി പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുക, എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത് എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻട്രി പോയിൻറ്റും സ്റ്റോപ്പ് ലോസും നമുക്ക് ഇനിഷ്യലി കിട്ടിയിട്ടുണ്ട്. അടുത്ത് TP ആയിട്ട് ഉദ്ദേശിച്ചിരുന്നത് ഈ ഒരു ലെവലാണ്. ഓക്കെ, അപ്പോൾ ഈ ലെവൽ എന്തുകൊണ്ട് എടുത്തു എന്നുള്ളതും നിങ്ങൾക്ക് CRT യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ ക്യാൻഡിൽ റേഞ്ച് തിയറി അല്ലെങ്കിൽ ക്യാൻഡിൽസ്റ്റിക് സൈക്കോളജി ഒക്കെ അറിയാവുന്നവർക്ക് അറിയാം എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ആ എക്സ് മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പഠിപ്പിച്ച കുറേ സ്റ്റുഡൻസിന് എന്താണ് കാര്യം എന്നുള്ളത് അവിടെ ക്ലിയർ ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ചാണ് എന്ത് ചെയ്തത്, ഞാൻ പ്രോപ്പറായിട്ട് ടാർഗറ്റ് ചെയ്തത്. ഓക്കെ, അതായത് ഒരു 1:2.5 ആണ് റിസ്ക് റിവാർഡ് ഉള്ളത്.
ഓക്കെ. അപ്പം ഇവിടെ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പ്രോപ്പറായിട്ട് സോണിൽ എൻ്ററായി. അത് കഴിഞ്ഞ് ലണ്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചൊന്ന് കൺസോൾട്ടേറ്റ് ആയി, അതായത് ചെറിയൊരു ഇൻഡിസിഷൻ അവിടെ മേക്ക് ചെയ്തു. അത് കഴിഞ്ഞൊരു 3-4 ക്യാൻഡിൽ കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് വീണ്ടും പമ്പ് ചെയ്തത്. ഓക്കെ. അപ്പോൾ മാർക്കറ്റ് ഇവിടെ പമ്പ് ചെയ്തപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പ്രോപ്പറായിട്ടും ഏഷ്യ ഹൈ നമ്മുടെ ടാർഗറ്റിനടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ച് എത്തിയപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് കൊടുത്തായിരുന്നു, അതായത് ഈ ഏരിയയിൽ പാർഷ്യൽസ് ബുക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. കാരണം ഏഷ്യ ഹൈയിൽ പാർഷ്യൽസ് ബുക്ക് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഏഷ്യ ഹൈയിൽ നിന്ന് എന്ത് ചെയ്യാം, മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ളൊരു ടെൻഡൻസി സംടൈംസ് കാണിക്കാം. സോ നമ്മൾ എപ്പോഴും പ്രോഫിറ്റ്സ് സെക്യൂർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ച ലെവല് ക്ലീനായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തു. NYയിൽ, അതായത് ന്യൂയോർക്കിൽ എന്ത് ചെയ്തു, ഡംപ് തിരിച്ച് കണ്ടിന്യൂ ചെയ്തു. മനസ്സിലായി, അതായത് തിരിച്ച് മാർക്കറ്റ് താഴേക്ക് റിക്കവർ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ട്രേഡ് എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ വീഡിയോയിലും നമ്മൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ICT SMC അങ്ങനെയുള്ള തിയറീസ് പഠിച്ച് കൺഫ്യൂസ്ഡ് ആക്കി, അതായത് കണ്ടൻറ് ഒബീസിറ്റി വരുത്തി ചാർട്ട് അനാലിസിസ് ചെയ്യാതെ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ചാർട്ടിൽ എന്ത് നടക്കുന്നു എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായി അല്ലെങ്കിൽ സിമ്പിളായി കൺസിസ്റ്റൻ്റായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഇത് വളരെ ഷോർട്ട് വീഡിയോ ആയിരുന്നു. കാര്യങ്ങളെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സേഫ് ട്രേഡിംഗ്.